Hi friends, welcome to Surabhi kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഇവിടെ ഇതാ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് മുഴുവനായും ഇല്ല, ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തതാണിത്. ഇനി ഈ ബീട്രൂട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇതാ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെക്കുകയാണ്. അതിലേക്ക് വളരെ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ആ ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബീട്രൂട്ടിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്നവരും വെയിറ്റ് ചെയ്യണം. കൂടുതൽ ടൈം എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. അങ്ങനെ ഇവിടെ ഇതാ ബീട്രൂട്ട് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് നമുക്ക് വാങ്ങി വെക്കാം. ഇത് വെന്ത് വരാൻ കൂടുതൽ ടൈമൊന്നും വേണ്ട, ഇത് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടി. ഇത് ഓഫ് ചെയ്ത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് നന്നായിട്ടൊന്ന് തണിയണം. തണി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിൻ്റെ അരവ് തയ്യാറാക്കാം. ഞാനിതാ ഇവിടെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതിയാകും. പിന്നെ എരിവിനാവശ്യമായ പച്ചമുളകും കുറച്ച് നല്ല പുളിയുള്ള തൈര് കൂടി ആഡ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്ത് കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ ഇതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. കടുകാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. കൂടുതൽ ടൈമൊന്നും അരക്കരുത്, വളരെ കുറച്ച് സമയം ഒന്ന് തിരിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ അരവ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നമ്മുടെ ബീട്രൂട്ടിലേക്ക് ചേർക്കുന്ന ഭാഗവും കൂടി ഒന്ന് കണ്ടുവെക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബീട്രൂട്ട് ഏകദേശം നന്നായിട്ട് തണിയിട്ടുണ്ട്. ഞാൻ ഇതൊരു ബൗളിലേക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ആ തേങ്ങ അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ തേങ്ങ അരക്കുമ്പോഴും ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ആ തൈരിൽ മാത്രമാണ് അരച്ചിരിക്കുന്നത്. ഇനി ഈ ജാറിലുള്ള മുഴുവൻ അരവും ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ബീട്രൂട്ടും തേങ്ങയരവും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇവയൊന്ന് ചൂടാകുമ്പോൾ നമ്മൾക്ക് ഇത് ഓഫ് ചെയ്ത് ബീട്രൂട്ടിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് പച്ചമുളക് ആഡ് ചെയ്തിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്, പിന്നെ വറുത്തിടുന്ന സമയത്ത് പച്ചമുളക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇതാ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. താങ്ക്